ആദ്യ ഭാര്യയുടെ മോളല്ലേ അത്? അവക്കെന്താ ഇവിടെ കാര്യം? അവള് ചുമ്മാ നിക്കടി എവിടെ? ഇവിടെ നിക്കടി. നീ എവിടെയാ കേറി വരുന്നേ? ഇയാളെ മോളാ ഞാൻ ആരാന്നറിയാം എനിക്ക്. ഇയാളെ രണ്ടാം ഭാര്യയാന്ന്. എടി അനിതേ, നീ ഒന്ന് പോയേ. ഞാനിവിടെ പോവാനാ? ഇവർ ആദ്യത്തെ ഭാര്യയിലെ മോളല്ലേ ഞാൻ. എന്താ നിന്റെ ഉദ്ദേശം? ഞാനൊരു സത്യം പറയട്ടെ, നിങ്ങൾ ഇവരുടെ രണ്ടാം ഭാര്യയല്ല, മൂന്നാം ഭാര്യ. വാട്ട്? മിസ്റ്റർ, അപ്പോൾ നിങ്ങളെ മൂന്നാം ഭാര്യ തന്നെയാണല്ലേ? അത് വലിയ കാര്യമൊന്നും ആക്കണ്ട കേട്ടാ. ക്ഷമിച്ചു പൂവർ മാൻ. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. സോറി മൈ ഡാർലിംഗ്. അച്ഛനെന്തിനാ ഇവിടെ താങ്ങാൻ നിൽക്കുന്നത്? ബ്ലേഡി കൾച്ചർ ഫലം. കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും വേണോ? അരിതേ, ഞാൻ അമേരിക്കയിലെ അമ്മായിയാണ്. കോടികൾ ബാങ്കിലുണ്ട്. കേട്ടോടി, ഞാൻ മൂന്നാം കല്യാണം കഴിച്ച അമേരിക്കൻ അമ്മേന്റെ ബാങ്ക് ബാലൻസ് ആണ് നിന്നോട് പറഞ്ഞത്. അത് പിച്ചെ എടുത്തിട്ട് ആളിപ്പോ ബാങ്കിൽ പൈസ ഉണ്ടാക്കുന്നില്ലേ? എന്താ പറഞ്ഞത്? ഞാൻ അമേരിക്കയിലെ അമ്മായിയാണെന്നില്ല. എന്റെ വായിന്ന് പണ്ടത്തെ തെറി നോക്കണ്ട. കോടികൾ ബാങ്കിലുള്ള നിങ്ങൾ എന്തിനാ എൻ്റെ അച്ഛനെ കിട്ടിയിട്ട് സ്വത്തടിച്ചു മാറ്റാൻ നോക്കുന്നത്? അനിതേ, നീ ഒന്ന് പോയേ. വെറുതെ കുടുംബകല ഉണ്ടാക്കണ്ട. മിണ്ടാതിരിക്കൂ മുത്തേ കരളേ. ഇവരുടെ ആദ്യത്തെ ഭാര്യയല്ല, മകളാ ഞാൻ. ഈ വീടും പറമ്പും ഒക്കെ എനിക്ക് അവകാശപ്പെട്ടത്. കോടികൾ ബാങ്കിലുള്ള നിങ്ങൾ എന്തിനാ എൻ്റെ അച്ഛൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ ഇങ്ങോട്ട് വന്നത്? എടി, ഇയാളെന്റെ പത്താമത്തെ ഹസ്ബൻഡാ. പത്താമത്തെ. അപ്പൊ അച്ഛ, നിങ്ങളിതൊന്നും അറിയില്ലേ? ഇവർ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഞാൻ മാറി മാറി കല്യാണം കഴിക്കും. ഓരോരോ ഭർത്താക്കന്മാരെ സ്വത്ത് തട്ടിയെടുക്കും. കണ്ടു പഠിക്കടി. സ്വത്ത് ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. അച്ഛ, ഈ വീടും പറമ്പെല്ലാം അവരുടെ പേരിലായോ? എപ്പോഴായിന്ന് ചോദിച്ചാ മതി. അതൊക്കെ 2 ദിവസം മുമ്പേ എഴുതി കൊടുത്തു. എന്നാ പിന്നെ ഞാൻ പോവാ. നീ എവിടെയാടി പോന്ന്? ഇവര് ചെയ്ത പോലെ തന്നെ ഞാനും ചെയ്യാൻ പോന്നാ. ഭർത്താക്കന്മാർ സ്വത്ത് തട്ടിയെടുക്കല ഇനി എൻ്റെ പണി.